Hi friends, Technical Browser like എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിൻഷാദ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പുതിയ ഫോണിലേക്ക് നിങ്ങൾ മാറുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലെ ചാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാറ്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് അങ്ങനെ തിരിച്ചെടുക്കാമെന്നുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലുണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിൽ ഇത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് കാണാത്തവരാണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടായിട്ട് സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 15 GB സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു 15 GB സ്റ്റോറേജിലാണ് ഈ ഒരു വാട്സപ്പിലെ ചാറ്റ്സൊക്കെ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നിങ്ങളുടെ വാട്സപ്പിലെ ബിഗ് ഫയൽസിലൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ടെലിഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു MB ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോണിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രിക്ക് തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്ത് വെക്കണം. ഫസ്റ്റ് ആ ഒരു അക്കൗണ്ടുമായിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഓപ്ഷൻസ് കാണാം. ആ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യും. സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ചാറ്റ്സ് എന്ന് കാണാം. ആ ചാറ്റ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം. ആ ചാറ്റ് ബാക്കപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് എന്ന് കാണാം ഗ്രീൻ കളറിൽ. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടൈം വെച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം മന്ത്ലി ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അടുത്തെന്ന് വെച്ചാൽ ഗൂഗിൾ അക്കൗണ്ടാണ്. നിങ്ങൾ ഏത് അക്കൗണ്ടാണ് വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് താഴെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഏഡ് അക്കൗണ്ട് എന്നുള്ളതാണെങ്കിൽ എനിക്ക് വേറെ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ വേറൊരു അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ ബാക്കപ്പ് ഓവർ എന്നാണ്. വൈഫൈ ഓൺലി എന്നുണ്ടാവും. വൈഫൈ ഓർ സെല്ലുലാർ എന്ന് വെച്ചിട്ടുണ്ടാവും. വൈഫൈ ഓർ സെല്ലുലാർ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഡാറ്റയും വൈഫൈയും കൂടിയാണ്. ഞാൻ ഇപ്പം വൈഫൈ ആണ് എടുത്തിട്ടുള്ളത്. അടുത്ത ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻക്ലൂഡ് വീഡിയോസ് വെക്കുക. ഇപ്പോൾ കാണാൻ പറ്റും 12 MB ആണ് നമുക്കിപ്പോൾ ഇൻക്ലൂഡ് വീഡിയോസിൻ്റെ ആ ഒരു സൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ താഴോട്ട് മുകളിലോട്ടേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ബാക്കപ്പ് ഒന്ന് കാണാം. ആ ബാക്കപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കഴിയുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് ആക്കിയിട്ട് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അഗ്രി കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു നമ്പർ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സാധാരണ പോലെ വെരിഫിക്കേഷൻ OTP നമ്പർ ഒന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് അവിടെ കണ്ടിന്യൂ എന്ന് കാണാം. ആ കണ്ടിന്യൂ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ റീസ്റ്റോർ എന്ന് കാണാം. ആ റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം ചോദിക്കും. നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ചെയ്തിട്ട് തിരിച്ച് കിട്ടുമ്പോൾ വാട്സപ്പ് തിരിച്ച് കിട്ടും അതിൻ്റെ ചാർജൊക്കെ തിരിച്ച് കിട്ടണമെങ്കിലാണ് ഈ പറഞ്ഞ ട്രിക്ക്. അതല്ല നിങ്ങളുടെ ഫോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫോൺ പുതിയ ഫോണിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാം. അത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് സൈൻ ഇൻ ചെയ്യാട്ട്. അപ്പോൾ അത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് എടുത്തിട്ട് ഓപ്ഷൻസിൽ സെറ്റിങ്സിൽ ചാറ്റ്സിൽ ആ ഒരു ചാറ്റ് ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫോൺ അവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പുതിയ ഫോൺ എടുത്തിട്ട് പുതിയ ഫോണിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പഴയ ഫോണിൽ ഏത് അക്കൗണ്ടാണോ നിങ്ങൾ ഉള്ളത് ആ ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ ഈ പഴയ ഫോണിൽ ഏത് അക്കൗണ്ടാണോ ഉള്ളത് അത് തന്നെ നിങ്ങൾ ഈ പുതിയ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക.
ആ ഒരു അക്കൗണ്ട് തന്നെയായിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ഇതിലും ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അതിലും ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ വെക്കുന്ന പോലെ എഗ്രി കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ ഏത് രാജ്യമാണ്, ഇന്ത്യയാണ്, ഇന്ത്യ കൊടുക്കുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ കണ്ടിന്യൂ ഉണ്ട്, അത് എപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കൊടുക്കണം. അത് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ റീസ്റ്റോർ എന്നാണ്, ആ റീസ്റ്റോർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. റീസ്റ്റോർ ക്ലിക്ക് ചെയ്തില്ലേ നടക്കില്ല. റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് ചോദിക്കും. പേര് ചോദിച്ച് നിങ്ങൾ അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഫോൺ പുതിയ ഫോൺ വാങ്ങിയിട്ട് അതിലേക്ക് വാട്സപ്പ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിടിലം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൽ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Bye.